കേരള പോലീസ് എന്ത് മുണുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. നിങ്ങള് പിന്നെ നാട്ടിലെ അല്ലാത്ത പിന്നെ തൂഫാനും പിന്നെ തുമ്മാനും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരെ അറസ്റ്റ് ചെയ്യുന്നതും ന്യൂസിൽ വരുന്നതും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. നമ്മളെയാണല്ലോ മച്ചമ്പി. പോലീസ് ഓഫീസേഴ്സിനോടാണ്. ഉറങ്ങാണോ നിങ്ങള്? പിന്നെ എന്തോ ഓപ്പറേഷൻ തൂഫാൻ എന്നാണ് നിങ്ങൾ പറയുന്നത്. അപ്പോ എന്താണ് ഈ ഓപ്പറേഷൻ തൂഫാൻ? ഇനി ആരും സൂത്രം കാണിച്ചാ മദ്യപിച്ച വാഹനം ഓടിച്ചതിന് യൂട്യൂബർക്കെതിരെ കേസ്. ഹെലനോസ് പാട്ട എന്ന അറിയപ്പെടുന്ന ധന്യക്കെതിരെയാണ് കുമ്പള പോലീസ് കേസെടുത്തത്. ഇന്നലെ പുലർച്ചെ 2 മണിയോട് കൂടിയാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. കാസർഗോഡ് അണങ്കൂരിൽ വെച്ച് വാഹനം കൈകാണിച്ചു. പക്ഷേ അമിത വേഗത്തിൽ നിർത്താതെ പോയ വാഹനത്തെ കുമ്പള പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ചാണ് പിന്നീട് പോലീസ് തടഞ്ഞു നിർത്തി പരിശോധിച്ചത്. വണ്ടി എവിടെ കിടക്കുന്നത്? അപ്പോൾ മദ്യത്തിന്റെ മണമുണ്ടായിരുന്നു എന്ന് FIR-ൽ പറയുന്നു. പിന്നീട് പരിശോധന നടത്തിയപ്പോൾ മദ്യപിച്ചതായി വ്യക്തമായി. നീ അന്ന് നോവിച്ചു വിട്ടതൊരു പാമ്പിനെയാടാ. ധന്യ, ഇത് നിനക്കാണ്. ഒരുപാട് നീ എന്റെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ട്. നീ ഇത് അനുഭവിക്കണോടാ. ആയുഷ്കാലം മുഴുവനും നീ ഇത് അനുഭവിക്കണം. എനിക്കിഷ്ടപ്പെട്ടു. എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. നിനക്ക് ഇങ്ങനെ തന്നെ വേണം. ശവത്തേല് ബ്ലേഡ് വെച്ച് കീറില്ല എന്റെ നായർ. ഞാൻ വിളിക്കുന്ന ദൈവത്തിന് അല്ലെങ്കിൽ എന്റെ പടച്ചോന് ശക്തിയുണ്ട്. ഞാൻ 1000 വട്ടം മാപ്പി ചോദിക്കുന്നു, എന്നെ ഉപദ്രവിക്കുക. അതാണ് ഇപ്പൊ ഇങ്ങനെ കാണിച്ചത്. കർമ്മ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് മോളെ. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? ഈ കർമ്മ എന്നൊക്കെ പറഞ്ഞ സാധനമല്ലോ, അത് സത്യം. വെരി സോറി. എന്റെ ഭാഗത്ത് വന്ന വലിയൊരു മിസ്റ്റേക്ക് ആണത്. കാരണം ഒരു പരിപാടിയുടെ ഇടയിൽ ഞാൻ ഈ പറയുന്നത് പോലെ ഒരു ബിയർ അടിച്ചിട്ടുണ്ടായിരുന്നു. അടിച്ച സമയത്ത് വണ്ടി എടുക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് എന്റെ ഭാഗത്ത് നിന്ന് തെറ്റാണ്. അത് എന്റെ ഭാഗത്ത് നിന്ന് തെറ്റാണ്. അബദ്ധം പറ്റി, ശരിക്കും എനിക്ക് അബദ്ധം പറ്റി. അറിയാത്ത പിള്ളക്ക് ചൊറിയുമ്പോഴേ അറിയൂ. ആരുടെ ഭാഗത്താണോ തെറ്റ് അല്ലെങ്കിൽ ആരാണോ തെറ്റ് ചെയ്തത് അത് ദൈവം കൊണ്ടുവരിക തന്നെ ചെയ്യും. ഈ ശവത്തി ഞാൻ ഇനിയും കുത്തും. എന്നെ അത്രയ്ക്ക് കുത്തിയിട്ടുണ്ടവൻ. അപ്പോ ധന്യക്ക് ഇതൊരു പാഠമാവട്ടെ, ഇതിൽ നിന്ന് പഠിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇപ്പൊ എന്തായി? ഇരുന്നങ്ങ് അനുഭവിച്ചോ.